സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു പുതിയ പ്രയോഗം രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. ദിമാഗി നക്സൽസ്. അതിന് മുമ്പ് അർബൻ നക്സൽസ് എന്ന പ്രയോഗമാണ് വലിയ തോതിൽ 2014 ശേഷമുള്ള രാഷ്ട്രീയ സംഭാഷണങ്ങളിൽ BJPയും സംഘപരിവാർ സംഘടനകളും നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ജന്തർ മന്തർ പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിലാവണം ഒരു പക്ഷേ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗം പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നത്. തലച്ചോറിനെ മാവോയിസം അല്ലെങ്കിൽ നക്സലിസം ബാധിച്ചവർ എന്ന് വേണമെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്താം. അല്ലെങ്കിൽ നക്സൽ ബുദ്ധിജീവികൾ എന്നോ നക്സലിസത്തെ പിന്തുണയ്ക്കുന്ന ബുദ്ധിജീവികൾ എന്നോ മാവോവാദത്തെ പിന്തുണയ്ക്കുന്ന ബുദ്ധിജീവികൾ എന്നോ ഒക്കെ വേണമെങ്കിൽ അതിനെ പരിഭാഷപ്പെടുത്താം. പ്രധാനമന്ത്രി അതാണ് ഉദ്ദേശിച്ചത് എന്ന് ഈ പ്രസംഗം ശ്രവിച്ച അല്ലെങ്കിൽ ഈ പ്രസംഗം മനസ്സിലാക്കിയ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു പ്രയോഗം ഉണ്ടാകുന്നത്? ഈ പ്രയോഗം ഉണ്ടായതിൻ്റെ തൊട്ട് പുറകെ നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കോക്രോച്ചസ് എന്ന് യുവാക്കളെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടായതുപോലെ ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്നൊരു പാർട്ടി സാമൂഹ്യ മാധ്യമത്തിൽ ഉണ്ടാവുകയും അതിന് ഉണ്ടായി അധികം വൈകാതെ തന്നെ ഏതാണ്ട് 50,000 ഫോളോവേഴ്സ് ഉണ്ടാവുകയും ഒക്കെ ചെയ്തിരിക്കുന്നു. അതായത് ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ബ്രാൻഡ് ഉപയോഗിച്ച് തന്നെ പ്രതിരോധിക്കുക എന്ന രീതിയിലേക്ക് അത് പഠിച്ചെടുത്തിരിക്കുന്നു ഇന്ത്യയിലെ യുവാക്കൾ, ചെറുപ്പക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ജനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ പ്രയോഗം തന്നെ വളരെ കൗതുകരമാണ്. അർബൻ നക്സൽ എന്ന പ്രയോഗം വന്നപ്പോൾ തന്നെ അത് വലിയ തോതിൽ വിമർശിക്കപ്പെട്ടിരുന്നു. പക്ഷേ അർബൻ നക്സൽ എന്ന പ്രയോഗത്തെ ഏത് വിധത്തിലാണ് ഭരണകൂടം ഉപയോഗിച്ചത് എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമ്മളുടെ മുമ്പിലുണ്ട്. ഭരണകൂടത്തെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാൻ വേണ്ടി അർബൻ നക്സലുകൾ എന്ന മുദ്ര കുത്തിക്കൊണ്ട് ഇപ്പോൾ സ്റ്റാൻ സ്വാമി മുതൽ റോണ വിൽസൺ വരെ എന്ന് വേണമെങ്കിൽ നമുക്കതിനെ ബ്രോഡായിട്ട് പറയാം. ഒരുപാട് പേരുകൾ നമുക്കതിൻ്റെ ഇടയിൽ ചേർക്കേണ്ടി വരും. ഒരുപാട് ആളുകളെ പലവിധ കുറ്റകൃത്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു. അവർ മുഴുവൻ മാവോവാദവുമായി ബന്ധപ്പെട്ടവരാണ്, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചവരാണ്, ഒരു പരിധി കഴിഞ്ഞ് പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയവരാണ് എന്ന ആക്ഷേപം വരെ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റാൻ സ്വാമി മുതൽ റോണ വിൽസൺ വരെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച. UAPA ചുമത്തി അവർക്ക് ജാമ്യം കിട്ടിയില്ല. ദീർഘകാലം അവർ ജയിലിൽ കഴിയേണ്ടി വന്നു. ചില ആളുകൾക്ക് ആരോഗ്യസ്ഥിതി അനുവദിച്ച് പരോൾ അനുവദിക്കാൻ പോലും തയ്യാറായില്ല. സ്റ്റാൻ സ്വാമിക്ക് ഒരു വെള്ളം കുടിക്കാനുള്ളൊരു സ്ട്രോ അനുവദിക്കുന്നതിന് പോലും കോടതി പോലും വലിയ കാലതാമസം വരുത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം ജയിലിലിരിക്കെ മരിച്ചു. അപ്പോൾ ഇത് ഈ അർബൻ നക്സൽ എന്ന പ്രയോഗത്തിൻ്റെ തുടർച്ചയിൽ രാജ്യം കണ്ട ഒരു ഭരണകൂട നടപടികളാണ്. അത് ഈ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു വിഭാഗത്തെ വലിയ തോതിൽ നിശബ്ദരാക്കുകയും ചെയ്തു. കാരണം വെച്ചാൽ ഭയം, അത് വലിയ തോതിൽ ഈ നടപടികളൊക്കെ ഭയം സൃഷ്ടിച്ചിരുന്നു. പുതിയ ഒരു പ്രയോഗം ദിമാഗി നക്സൽസ് എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കുന്നുണ്ട്. ആയുധമെടുത്ത് ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്ന വിഭാഗത്തെ, നേരത്തെ തന്നെ UPA സർക്കാരിൻ്റെ കാലത്ത് ഭീകരവാദികളെന്ന് മുദ്രകുത്തിയ CPI മാവോയിസ്റ്റിനെ അതിൻ്റെ താവളങ്ങളിൽ ചെന്ന് നിശബ്ദരാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ. എനിക്കും ഈ പാർട്ടി ഇങ്ങനെയാണ്. അതായത് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ സീക്വൻസ് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം മാവോയിസം, ഫിസിക്കലായ മാവോയിസം എന്നത് ഇന്ത്യയിൽ അതിൻ്റെ അവസാന ശ്വാസം വലിക്കുകയാണ്. എന്നാൽ മനസ്സുകൊണ്ട് മാവോയിസ്റ്റായവർ, പോളിസിയെ നിർണയിക്കുന്നവർ, അവർ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുന്നവരായി പശ്ചാത്തലത്തിലുണ്ട് എന്ന മട്ടിലാണ് ആ പ്രസംഗം. അവരെ നാം ഐഡൻറ്റിഫൈ ചെയ്യുകയും ഒറ്റപ്പെടുത്തുകയും വേണം എന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത്. ഇത് യഥാർത്ഥത്തിൽ രാജീവ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ അർബൻ നക്സൽസ് എന്ന പ്രയോഗത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. അർബൻ നക്സൽസ് എന്നത് ബുദ്ധിജീവികളും ആക്ടിവിസ്റ്റുകളും അക്കാഡമിക്കുകളും ജേർണലിസ്റ്റുകളുമൊക്കെ ആയ ഒരു ചുരുങ്ങിയ ഗ്രൂപ്പിന് നേരെ ഉന്നയിച്ച ഒരാക്ഷേപമാണ്. അതായത് ഐഡൻറ്റിഫൈ ചെയ്ത് മാവോയിസത്തെ നഗരങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അക്കാദമിക കേന്ദ്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ന്യൂസ് റൂമുകളിൽ നിന്ന് പിന്തുണയ്ക്കുന്നു എന്ന മട്ടിലുള്ള ചില ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരെ മുദ്ര കുത്താൻ BJPയും സംഘപരിവാർ സംഘടനകളും ഉപയോഗിച്ച ഒരു ടേമാണ് അർബൻ നക്സൽ എന്നത്. അതൊരു മാസീവ് പ്രയോഗമല്ല. നഗര കേന്ദ്രീകൃതമായ ഒരു ബുദ്ധിജീവി കേന്ദ്രങ്ങളെ മാത്രം ഉദ്ദേശിച്ച് അല്ലെങ്കിൽ അവരെ മാത്രം ചൂണ്ടി പറഞ്ഞതാണ്. ഇവിടെ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗം ഭ്രാന്തൻ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഇൻ്റലക്റ്റ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് ആ വാക്ക്. ഈ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗം പക്ഷേ വളരെ ബ്രോഡാണ്, മാസീവാണ്. ആരെ വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. അതിൻ്റെ പശ്ചാത്തലം വളരെ
വളരെ ഉറപ്പാണത്. ഈ CJP എന്ന ബ്രാൻഡോടുകൂടി, അതല്ലെങ്കിൽ ഇന്ത്യയിലെ യുവാക്കൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉയർത്തിയ പുതിയ വെല്ലുവിളിയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള പല പല ശ്രമങ്ങളിൽ ഒരു പക്ഷേ ഏറ്റവും എളുപ്പമെന്ന് തോന്നുന്ന ഒരു പ്രയോഗം, രാജ്യത്തിനൊരു പുതിയ ശത്രുവിനെ കണ്ടുപിടിച്ചു കൊടുക്കുക. ആ ശത്രു നമുക്കിടയിലുണ്ട്. അവർ നയ രൂപീകരണത്തിൽ പങ്കാളികളായിരുന്നു ഇത്രയും കാലം. അവരിവിടെ പബ്ലിക് ഡിസ്കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കുകയും ശിക്ഷിക്കുകയും വേണം എന്ന്. ഇത് അദ്ദേഹം പറയുന്നത് ഫിസിക്കലായി മാവോയിസ്റ്റ് ത്രെട്ടിന് നാം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി അങ്ങോട്ട് ആ ഫിസിക്കൽ ത്രെട്ടല്ല, ബുദ്ധിപരമായ ഒരു ത്രെട്ടാണ് ബാക്കിയുള്ളത്. അതിനെ കൂടി അവസാനിപ്പിക്കണം എന്ന് പറയാനാണ്. ഇതിൽ ആദ്യ ഭാഗം ശരിയാണ്. ആദ്യ ഭാഗം ഇപ്പോൾ 2004 മുതൽ 2025 വരെയുള്ള കണക്കെടുത്താൽ ഏതാണ്ട് 15,000-നും 20,000-നും ഇടയിൽ ആളുകൾ, സിവിലിയൻസും സർവീസ് ഉദ്യോഗസ്ഥരും മരിച്ച ഇന്ത്യയിലെ വലിയ ഒരു ഇൻറ്റേർണൽ ത്രെട്ട് തന്നെയായിരുന്നു. 2009-10 കാലത്താണ് അത് ഏറ്റവും പീക്കിലായിരുന്നത്. മൻമോഹൻ സിംഗ് സർക്കാരാണ് അതിനെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ സെക്യൂരിറ്റി ത്രെട്ട് എന്ന് ബ്രാൻഡ് ചെയ്യുകയും അതിനെ നേരിടാനുള്ള ഒരു കൗണ്ടർ ഇൻസർജൻസി പ്രോഗ്രാം ഉണ്ടാക്കുകയും മൻമോഹൻ സിംഗും ചിദംബരവും ചേർന്നാണ് ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ട് എന്നത് ഒരു മീഡിയ നെയിമായിരുന്നു അതിൻ്റെ. പക്ഷേ ചിദംബരവും മൻമോഹൻ സിംഗും ചേർന്നുണ്ടാക്കിയ അത് പകുതി സൈനികമായോ അർദ്ധസൈനികമായോ നേരിടുക, ബാക്കി പകുതി ഡെവലപ്മെൻറ്റ് കൊണ്ട് നേരിടുക എന്ന വിധത്തിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ തുടർച്ചയിൽ നക്സലിസം എന്ന് നേരത്തെ വിളിക്കപ്പെട്ട, പിന്നീട് മാവോയിസം എന്നറിയപ്പെട്ട ഈ ഇൻസർജൻസിയെ മുഴുവനായും തൂത്തെറിഞ്ഞിരിക്കുന്നു. അത് ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി പക്ഷേ ബുദ്ധിപരമായ ഒരു മാവോയിസം നിലനിൽക്കുന്നു, ഒരു നക്സലിസം നിലനിൽക്കുന്നു. അതിനെ കൂടി ഇല്ലാതാക്കണം എന്നാണ് ഈ പറയുന്നത്. 2010 കണക്കെടുത്താൽ ഏതാണ്ട് 1936 വയലൻ്റ് കേസുകളുണ്ടായിരുന്നു 2010. എന്നാൽ ഈ ഏറ്റവും ഒടുവിലത്തെ കണക്ക്, ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കണക്ക് 100-നും 150-നും ഇടയിൽ എന്നതാണ്. ഏതാണ്ട് 1000 വെച്ച് ഒരു വർഷം 1000 സിവിലിയന്മാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മരിച്ച ഒരു ഇൻസർജൻസി ആയിരുന്നത്. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ കണക്കിലേക്ക് വരുമ്പോൾ അത് 100-ൽ താഴേക്ക് വന്നിരിക്കുന്നു. 100-ൽ താഴെ ജില്ലകളാണ് അന്നുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 14 ജില്ലകളായി ചുരുങ്ങിയിരിക്കുന്നു എന്നാണ് കണക്ക്. ഈ വിധത്തിൽ ഇതിനെ ഈ 100-ൽ താഴെ ജില്ലകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒഡീഷയിലെയോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെയോ ചില ജില്ലകളിലൊക്കെ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് പോലും യാതൊരു സ്വാധീനവുമില്ലാതെ അവർക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ സ്വാധീനമുറപ്പിച്ച മാവോയിസ്റ്റ് കേന്ദ്രങ്ങൾ രാജ്യത്തുണ്ടായിരുന്നു അക്കാലത്ത്. ഏതാണ്ട് 7 സംസ്ഥാനങ്ങളിൽ നീണ്ടു കിടക്കുന്ന ഒരു കൊറിഡോർ ഉണ്ടായിരുന്നു എന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കാൽക്കുലേഷൻ അങ്ങനെയായിരുന്നു. അതിനെ തകർത്തിരിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് എനിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ ഈ സർക്കാരിനാണ്. ഇനി അങ്ങോട്ട് തകർക്കാനുള്ളത് മറ്റൊന്നാണ് എന്ന് പറഞ്ഞ് ഈ വിരൽ ചൂണ്ടുന്നത് പുതിയ പ്രതിഷേധങ്ങൾക്ക് നേരെയാണ്. ഈ നക്സലിസം അല്ലെങ്കിൽ മാവോയിസം എന്നത് പൂർണ്ണമായും തകർക്കപ്പെട്ടെങ്കിലും അതിന് തൊട്ടു പിറകെയാണ് ഇന്ത്യയിലെ യുവാക്കളുടെ ഭാഗത്തു നിന്ന് അൺപ്രസിഡൻറ്റഡായ ഒരു പ്രൊട്ടസ്റ്റ് കയറി വരുന്നത്. ഇതൊരിക്കലും പ്രതീക്ഷിക്കപ്പെട്ടതായിരിക്കില്ല. വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പാർട്ടികളോ പ്രതിപക്ഷ പാർട്ടികളോ ഉണ്ടാക്കിയെടുക്കുന്ന പ്രതിഷേധമാണെങ്കിൽ അതിനെ നേരിടാൻ രാഷ്ട്രീയമായ ആയുധങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ ഈ പ്രതിഷേധത്തെ നേരിടാൻ സർക്കാർ വലിയ തോതിൽ ബുദ്ധിമുട്ടി. അതിനെ ബ്രാൻഡ് ചെയ്യാനുള്ള, നെഗറ്റീവ്ലി ബ്രാൻഡ് ചെയ്യാനുള്ള ഒരു കോയിനേജ് ആയാണ് യഥാർത്ഥത്തിൽ ഈ ദിമാഗി നക്സൽസ് എന്ന പ്രയോഗത്തെ കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബ്രാൻഡ് ചെയ്യുക എന്ന് പറയുമ്പോഴേ ഇപ്പോൾ BJP അല്ലെങ്കിൽ RSSൻ്റെ പൊളിറ്റിക്കൽ ഫോർമേഷനുകളുടെ വളർച്ചയിൽ ഈ ബ്രാൻഡിങ് ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പല രൂപത്തിൽ അത് ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാജ്യത്തെ ആക്രമണങ്ങൾക്കെല്ലാം പുറകിൽ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷ വിഭാഗമായ മുസ്ലിങ്ങളാണ് എന്നൊരു ബ്രാൻഡിങ് വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. അത് അവർ പൊളിറ്റിക്കലായി ഉപയോഗിച്ചിട്ടുണ്ട്. അതിലവർ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അത് കുറേ കാലം അങ്ങനെ കൊണ്ടു നടന്നു. അതിനുശേഷം പിന്നീട് BJP തുടർച്ചയായ അധികാരത്തിലേക്ക് വരാൻ തുടങ്ങിയ കാലം മുതൽ ആ സർക്കാരിനെ വിമർശിക്കുന്നത്, ആ സർക്കാരിൻ്റെ പോളിസികളെ വിമർശിക്കുന്നവരെ ഒക്കെ രാജ്യദ്രോഹികൾ എന്ന് ബ്രാൻഡ് ചെയ്യാനുള്ളൊരു ശ്രമം വലിയ തോതിൽ നടന്നിരുന്നു. രാജ്യദ്രോഹികൾ എന്ന് ബ്രാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഭീകരവാദ സംഘടനയായി പ്രഖ്യാപിക്കപ്പെട്ട CPIM മാവോയിസ്റ്റിൻ്റെ അനുഭാവികൾ എന്നുള്ള മട്ടിൽ മുദ്ര കുത്തുക,
തീവ്രവാദികൾ, ഭീകരവാദികൾ എന്നൊക്കെ മുദ്രകുത്തുക, ഈ ഒരു ബ്രാൻഡിങ് അവിടെ നടന്നിരുന്നു. ഈ ബ്രാൻഡിങ് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുന്നവരുടെ അല്ലെങ്കിൽ സർക്കാരിന് നേതൃത്വം നൽകുന്നവരെ വിമർശിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്നതിൽ ഭയം വളർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ഇപ്പോഴത്തെ ബ്രാൻഡിങ് വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ബ്രാൻഡിങ്ങിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ കൗതുകം എന്ന് പറയുന്നത് ആ ബ്രാൻഡിനെ തിരിച്ചു ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ വലിയ ഭയമൊന്നും ഇല്ലാതെ തന്നെ ദിമാഗി നക്സൽ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു ഫോർമേഷൻ ഓൺലൈനിലാണെങ്കിലും രൂപീകരിക്കാൻ ആളുകൾക്ക് ഭയമില്ലാതായിരിക്കുന്നു. ആ ഭയത്തിൻ്റെ ഒരു തോട് അവർ പൊട്ടിച്ചങ്ങ് കളഞ്ഞിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. മുൻകാലത്തായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 2013 UPA സർക്കാരിൻ്റെ കാലത്താണ് ഈ അർബൻ നക്സൽ എന്ന പ്രയോഗം സത്യത്തിൽ ഉണ്ടാകുന്നത്. അത് പക്ഷേ UPA സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളോ UPയുടെ നേതാക്കളോ ഒന്നും പരസ്യമായിട്ട് അതങ്ങനെ പറഞ്ഞിരുന്നില്ല. ആഭ്യന്തര മന്ത്രാലയം സുപ്രീം കോടതിക്ക് കൊടുക്കുന്ന ഒരു അഫിഡവിറ്റിൽ ഈ അർബൻ നക്സൽ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. അതിനുശേഷം ആ പ്രയോഗം വലിയ തോതിൽ ഉപയോഗിക്കപ്പെടുന്നത് കാശ്മീർ ഫയൽസ് എന്നൊക്കെ പറഞ്ഞ സിനിമ എടുത്ത ഒരു സംവിധായകൻ ആണ് ഈ കോയിനേജ് വീണ്ടും വലിയ തോതിൽ കൊണ്ടുവരുന്നത്. അത് പിന്നെ ഈ BJP നേതാക്കളും എല്ലാവരും വലിയ തോതിൽ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ അന്നൊന്നും ഈ അർബൻ നക്സൽ എന്ന പ്രയോഗത്തെ അതേ പേര് വെച്ചുകൊണ്ട് തിരിച്ച് പ്രതിരോധിക്കുക എന്ന് പറയുന്നൊരു തന്ത്രത്തിലേക്ക് ആരും പോയിട്ടില്ല. അല്ലെങ്കിൽ ആ ഭയം ആളുകൾക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സംഗതി തിരിച്ച് പ്രയോഗിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ നമ്മളെ പിടിച്ച് ജയിലിലടയ്ക്കാനോ അല്ലെങ്കിൽ UAP ചുമത്താനോ ഒക്കെ കാരണമാകും എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഓൺലൈനിൽ അങ്ങനെ ഒരു പാർട്ടി ഉണ്ട് എന്നുള്ളൊരു ഓൺലൈൻ പാർട്ടി, ഇനി വേണമെങ്കിൽ അത് നാളെ പുറത്തുനിന്ന് രൂപീകരിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ പാകിസ്ഥാൻകാരും ചൈനക്കാരും ഒക്കെയാണ് അതിന് പിന്നിൽ എന്നൊക്കെ ഒരു പക്ഷേ ഭരണകൂടം പറഞ്ഞേക്കാം. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഒരു ഓൺലൈൻ പാർട്ടി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. സർക്കാസ്റ്റിക്കാണ്. അതിൽ ആളുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇനി ഈ ബ്രാൻഡിങ് ഇനിമേൽ നിലനിൽക്കില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അത്രയും ഭീതി യഥാർത്ഥത്തിൽ രണ്ടാം സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്നില്ല. രണ്ടാം സർക്കാരിൻ്റെയും ഒന്നാം സർക്കാരിൻ്റെയും കാലത്തുണ്ടായിരുന്ന അവസ്ഥയല്ല മൂന്നാം സർക്കാരിൻ്റെ പകുതി പിന്നിടുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്തരീക്ഷം മുഴുവനായി മാറിയിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഭീതി കൊണ്ട് ആളുകൾ അടങ്ങിയിരിക്കും എന്ന അന്തരീക്ഷം നിലവിലില്ല. അതാണ് CJP പ്രൊട്ടസ്റ്റിൻ്റെ കാര്യത്തിൽ കണ്ടത്. CJP എന്ന പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ ആദ്യം രാജീവ് പറഞ്ഞതുപോലെ ഇതിനെ നെഗറ്റീവ്ലി ബ്രാൻഡ് ചെയ്ത് ഇല്ലാതാക്കാനാണ് നോക്കിയത്. ആദ്യം അത് പാകിസ്ഥാൻ്റെ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഫണ്ടുണ്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ആ നിലക്കത് വിലപ്പോയില്ല. വലിയ തോതിൽ അതിനെ സോഷ്യൽ മീഡിയയിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ നോക്കി, അത് നടപ്പായില്ല. അതിനുശേഷം അതൊരു വലിയ പ്രൊട്ടസ്റ്റായി ഉയർന്നു വന്നപ്പോൾ പിന്നെ അതിനെ അഭിമുഖീകരിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് വന്നപ്പോഴാണ് സംസാരത്തിലേക്ക് കടന്നത്. സമരം അവസാനിച്ചതിന് ശേഷം പക്ഷേ വീണ്ടും അതിനെ നെഗറ്റീവ് ആയിട്ട് ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെ നടക്കുന്നു. ഇപ്പോൾ ഇത് പക്ഷേ ഏതെങ്കിലും സംഘടനാ രൂപം അല്ലെങ്കിൽ ചില നേതാക്കൾ അല്ലെങ്കിൽ ചില ആക്ടിവിസ്റ്റുകൾ എണ്ണിപ്പറയാവുന്ന വ്യക്തികൾ എന്ന നിലയിൽ കണ്ടെയ്ൻ ചെയ്യാവുന്നതല്ല ഈ ക്രൈസിസ്. അതിന് വളരെ ബ്രോഡറായ ഒരു പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കുട്ടികൾ മാനസികമായി നക്സലുകളാകുന്നു എന്ന ഒരു മുന്നറിയിപ്പ് രക്ഷിതാക്കൾക്ക് കൊടുക്കുക, വഴിതെറ്റിപ്പോകുന്നു എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ചയാണ് യഥാർത്ഥത്തിൽ ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ വേണമെങ്കിലും ദിമാഗി നക്സൽ എന്ന് ബ്രാൻഡ് ചെയ്യാൻ ഗ്രൗണ്ടിലൊരു പ്രതലമൊരുക്കുക എന്നതാണ്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളെ, ഡിസൻറ്റിനെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് ഇല്ലാതാക്കാം എന്ന ഉദ്ദേശത്തിലായിരിക്കണം ഒരു പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനിടയിൽ സോഷ്യൽ മീഡിയയിൽ എമേർജ് ചെയ്ത് വരുന്ന ഇതിനോടുള്ള കൗണ്ടർ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്തരത്തിൽ സപ്രസ് ചെയ്ത് നിർത്താവുന്ന ലെവലിലല്ല ഈ ഒരു അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ വിയോജിപ്പ് എന്ന ഇന്ത്യയിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബഷീർ പറഞ്ഞല്ലോ, ഇത് രക്ഷിതാക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം. ഇത് കാര്യം നമ്മൾ നേരത്തെ പ്രധാനമന്ത്രിയുടെ സോഷ്യൽ മീഡിയ സന്ദേശം വന്നപ്പോഴും ഇത് രക്ഷിതാക്കൾക്ക് കൊടുക്കുന്നൊരു സന്ദേശം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് നടത്തുന്നത്. 80ാം സ്വാതന്ത്ര്യ ദിനത്തിലാണ് അദ്ദേഹം ഈ പ്രസംഗം നടത്തുന്നത്. രാജ്യത്തോടായിട്ട് നടത്തുന്ന പ്രസംഗമാണ്. അവിടെ രക്ഷിതാക്കൾക്ക് മാത്രമല്ല സന്ദേശം കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ ദിമാഗി നക്സൽ എന്ന പ്രയോഗം നടത്തുമ്പോൾ അത് ഈ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾക്ക്, ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് ഒക്കെ ഇതിലൂടെ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ മാവോയിസ്റ്റ് ലഘുലേഖകൾ അല്ലെങ്കിൽ CPI മാവോയിസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ലഘുലേഖ അല്ലെങ്കിൽ അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന എന്തെങ്കിലും ഒരു പുസ്തകം, ഇതൊക്കെ കൈവശം വെച്ച് കഴിഞ്ഞാൽ
UAPA ചുമത്തി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പല കുറി സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആ ആശയം മനസ്സിൽ സൂക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ട് അതിനൊരു ഉദാഹരണം കൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗാന്ധിസത്തിൽ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഗാന്ധിസം വായിക്കുന്നു, ഗാന്ധിയെക്കുറിച്ച് വായിക്കുന്നു, ഗാന്ധി എഴുതിയത് വായിക്കുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഗാന്ധിയനായിക്കൊള്ളണമെന്നില്ലല്ലോ എന്ന് സുപ്രീം കോടതി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും എന്നാണ് സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് സുപ്രീം കോടതി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോണ്ടെക്സ്റ്റ് ഉണ്ടായിട്ട് പോലും ഈ അർബൻ നക്സൽ എന്നുള്ള ഒരു പ്രചരണം സജീവമായി നിന്ന കാലത്ത് അറസ്റ്റിലായ ആളുകൾക്ക് സുപ്രീം കോടതിയിൽ പോയിട്ട് പോലും ജാമ്യം കിട്ടാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഏതാണ്ട് സമാനമായ സിറ്റുവേഷൻ ഈ ദിമാഗി നക്സലുകൾ എന്നുള്ള ആരോപണത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾക്കും ഒരു പക്ഷേ ഉണ്ടായേക്കാം. അല്ലെങ്കിൽ അങ്ങനെയാണ് ഇനി രാജ്യത്തെ ഒരു അന്വേഷണ നീതിന്യായ സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത് എന്നുള്ളൊരു പരോക്ഷമായ സന്ദേശം കൂടി വ്യത്യാസമുള്ളത്. ഇപ്പോൾ സ്റ്റാൻ സ്വാമി ആണെങ്കിലും അത്തരത്തിലുള്ള ആളുകളാണെങ്കിലും ഇത് എണ്ണി പറയാവുന്ന നിശ്ചിത ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയാവുന്ന കാറ്റഗറിയിലുള്ള ആളുകളാണ്. ഇവിടെ അങ്ങനെയല്ല. ഇതൊരു മാസീവായൊരു പ്രൊട്ടസ്റ്റാണല്ലോ വന്നത്. അതിനിടയിൽ തന്നെ ഇക്കഴിഞ്ഞ 2-3 മാസത്തിനിടയിൽ ഈ രാജ്യത്ത് എമേർജ് ചെയ്ത് വരുന്ന യുവ നേതാക്കളുടെ എണ്ണം എടുത്താൽ യഥാർത്ഥത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇത്രയും നേതാക്കൾ കയറി വരുന്നത്. പല ദിക്കിൽ നിന്ന് പല രീതിയിൽ ഇതിനെ നയിക്കാൻ പുതിയ ചെറുപ്പക്കാർ നേതാക്കളായി അവർ നേതൃപരമായ പങ്ക് വഹിച്ച് മുന്നോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു വലിയ തരത്തിലുള്ള ഈ ഒരു പ്രൊട്ടസ്റ്റിനെ നേരിടാൻ ഇത്തരത്തിൽ ഇൻഡിവിജ്വലി ബ്രാൻഡ് ചെയ്യുന്നത് പോലെ സാധിക്കും എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ സ്റ്റേറ്റുകൾക്ക്, അന്വേഷണ ഏജൻസികൾക്ക്, അടിത്തട്ടിലുള്ള പാർട്ടി പ്രവർത്തകർക്കൊക്കെ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആയിരിക്കാം ഇത്. ഇനി അങ്ങോട്ട് ഇവരെ ഇങ്ങനെയാണ് നേരിടേണ്ടത് എന്ന്. ഏതായാലും ഈ ഭീഷണിയെ അതിൻ്റെ യഥാർത്ഥമായ സ്ട്രെങ്ത്തിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. അതിനെ നേരിടാനുള്ള വഴികളെക്കുറിച്ച് മാത്രമാണ് കൺഫ്യൂഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അൺപ്രസിഡൻറ്റഡ് ആയ ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു അമർഷം രാജ്യത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ സപ്രസ് ചെയ്യേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ ആ ഒരു ബോധ്യത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിനുള്ള രാഷ്ട്രീയമായ ടൂൾ ഉപയോഗിക്കുന്നതിന് പകരം ഒരു അടിച്ചമർത്തലിൻ്റെ ടൂൾ ഉപയോഗിക്കുമോ എന്നത് മാത്രമാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു രീതിയിലേക്ക് 35,000 കോടി രൂപ ചെലവിട്ടാണ് 2005-നും 2025-നും ഇടയിൽ ഈ മാവോയിസ്റ്റ് ഇൻസർജൻസിയെ രാജ്യം ഇല്ലാതാക്കിയത് എന്നാണ് പറയുന്നത്. എന്നിട്ട് തന്നെ 3 ജില്ലകളിൽ ഏറ്റവും മോശമായ രീതിയിൽ ഇപ്പോഴും അഫക്റ്റഡ് ആണ്. ഏതാണ്ട് 14 ജില്ലകളിൽ ഇപ്പോഴും മാവോയിസ്റ്റ് ത്രെട്ടുണ്ട് എന്ന് ഈ സർക്കാർ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അഫക്റ്റഡ് ഏരിയാസിൻ്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നു. കാട്ടിൽ നിന്ന് മുഴുവൻ മാവോയിസ്റ്റുകളെയും തുരത്തി, എന്നാൽ മനസ്സുകളിൽ മാവോയിസം നിലനിൽക്കുന്നു എന്നൊരു പുതിയ കോയിനേജാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ഈ ചെറുപ്പക്കാരായ ഏതൊക്കെ കുട്ടികളിലേക്കായിരിക്കും ഇതിൻ്റെ ത്രെട്ട് പോവുക, ആരെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുക എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുതിയ പ്രയോഗം, അതിനോട് പുതിയ തലമുറ നടത്തുന്ന പ്രതികരണം, ഇത് രണ്ടും ശ്രദ്ധേയമാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.